നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി കുണ്ടന്നൂരിൽ പോലീസിന്റെ വിദേശമദ്യ വേട്ട. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 75 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം പിടിച്ചെടുത്തു. പ്രതി ഓടി രക്ഷപ്പെട്ടു. 1-ാം തീയതി ബിവറേജുകളും ബാറുകളും അവധിയായതിനാൽ അനധികൃത വിപണനത്തിനായി സൂക്ഷിച്ചിരുന്ന മദ്യമാണ് പിടികൂടിയതെന്ന് പോലീസ്. പട്ടികജാതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് കുന്നംകുളം പോക്സോ കോടതി. ശിക്ഷിക്കപ്പെട്ടത് തൃശൂർ വടക്കേക്കാട് വയലത്തൂർ ഞമനേങ്ങോട് സ്വദേശി പ്രസാദ്. പീഡനം നടന്നത് 2013 അതിജീവിത 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത്. കനത്ത മഴ തുടരുന്നു. തൃശൂർ നഗര പരിസരത്തെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിൽ. നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷം. പ്രധാന പാതകളിൽ ഗതാഗതം തടസ്സം. ശക്തമായ മഴയ്ക്കൊപ്പം ഇടിമിന്നലും. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി കുണ്ടന്നൂരിൽ പോലീസിന്റെ വിദേശമദ്യവേട്ട. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 75 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. പ്രതി ഓടി രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച വൈകിട്ട് വടക്കാഞ്ചേരി CI റെജിനം തോമസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ സൂക്ഷിച്ച ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം പിടികൂടിയത്. കുണ്ടന്നൂർ സ്വദേശി കൊച്ചുപോളിന്റെ വീടിനു മുന്നിലെ പറമ്പിൽ ചാക്കിലാക്കി കുഴിച്ചിട്ട നിലയിലായിരുന്നു വിദേശമദ്യം. 1/2 ലിറ്ററിന്റെ 150 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് പിടികൂടിയത്. 1-ാം തീയതി ബിവറേജുകളും ബാറുകളും അവധിയായതിനാൽ അനധികൃത വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന മദ്യമാണ് പിടിച്ചെടുത്തത്. പോലീസ് എത്തുമെന്ന വിവരമറിഞ്ഞ് പ്രതി ഓടി രക്ഷപ്പെട്ടു. ഇവർക്കായി വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. SI EK ഹുസൈനാർ, ASI KP ശ്രീദേവി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ES സജീവ്, ഷെറോൺ, NJ ജോബി എന്നിവരടങ്ങിയ സംഘമാണ് മദ്യം പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടികജാതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. തൃശൂർ വടക്കേക്കാട് വയലത്തൂർ ഞമനേങ്ങോട് സ്വദേശി പ്രസാദിനെയാണ് കുന്നംകുളം പോക്സോ കോടതി ജഡ്ജി S ലിഷ ശിക്ഷിച്ചത്. പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരമാണ് ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പോക്സോ നിയമപ്രകാരം 10 വർഷം തടവും 1.5 ലക്ഷം രൂപയും, ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം 1 വർഷം തടവും 1.5 ലക്ഷം രൂപയും ശിക്ഷ വിധിച്ചു. പിഴ സംഖ്യയിൽ നിന്ന് 1 ലക്ഷം അതിജീവിതയ്ക്ക് നൽകാനാണ് പൂർണ്ണമായ വിധി. 2013 അതിജീവിത 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് പീഡനം നടന്നത്. അതിജീവിത സ്കൂൾ വിട്ടുവരുമ്പോൾ തട്ടിക്കൊണ്ടുപോയി ഒഴിഞ്ഞ വീട്ടിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. ഈ കേസ് കോടതിയിൽ വിചാരണയിൽ വന്ന സമയത്ത് കൂടുതൽ അന്വേഷണം നടത്തി കൂടുതൽ തെളിവുകളും ശേഖരിച്ചതിന് ശേഷം 2023 വിചാരണ നടത്തിയത്. ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ KG സുരേഷാണ് അന്വേഷണം നടത്തിയത്. പ്രോസിക്യൂഷനു വേണ്ടി പോക്സോ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS ബിനോയ്, അഡ്വക്കേറ്റ് രഞ്ജിക, അഡ്വക്കേറ്റ് KN അശ്വതി എന്നിവർ ഹാജരായി. സഹായികളായി CPOമാരായ സുജിത്, രതീഷ്, ASI M ഗീത എന്നിവരും പ്രവർത്തിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂരിൽ പെയ്ത കനത്ത മഴയിൽ നഗരത്തിലെ പലയിടങ്ങളിലും രൂപപ്പെട്ടത് വലിയ വെള്ളക്കെട്ട്. വടക്കേ സ്റ്റാൻഡിനു സമീപത്തെ റോഡുകളിലും സ്വരാജ് റൗണ്ടിലും കൊക്കാലയിലും പൂങ്കുന്നത്തും വെള്ളക്കെട്ട് ജനജീവിതം ദുസ്സഹമാക്കി. കനത്ത മഴയിൽ തൃശൂർ നഗരത്തിലെ പലയിടങ്ങളിലും വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത്. വടക്കേ സ്റ്റാൻഡിന് സമീപത്തെ റോഡുകളിലും സ്വരാജ് റൗണ്ടിലും കൊക്കാലയിലും പൂങ്കുന്നത്തും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. തൃശൂർ അശ്വിനി ആശുപത്രിയിലും നേരിയ തോതിൽ വെള്ളം കയറി. തൃശൂർ വടക്കേച്ചിറയ്ക്ക് സമീപമുള്ള സിറ്റി പോസ്റ്റ് ഓഫീസിലും വെള്ളം കയറിയിട്ടുണ്ട്. ഒരാഴ്ചക്കിടെ ഇത് 2-ാം തവണയാണ് പോസ്റ്റ് ഓഫീസിൽ വെള്ളം കയറിയത്. ഇതോടെ ഓഫീസ് പ്രവർത്തനങ്ങൾ താളം തെറ്റി. തൃശൂർ കുന്നംകുളം റോഡിൽ വൻ ഗതാഗത തടസ്സമാണ് രൂപപ്പെട്ടത്. ശങ്കരയ്യ റോഡിലും പൂത്തോളിലും കൊക്കാലയിലും സ്ഥിതി വ്യത്യസ്തമല്ല. രാവിലെ 8 മണിയോടെ ആരംഭിച്ച കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും 2 മണിക്കൂറിന് ശേഷം അല്പം ശമനം വന്നെങ്കിലും പിന്നീട് വീണ്ടും മഴ ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം അർബൻ ബാങ്കിൽ നിന്ന് വിരമിക്കുന്നവർക്ക് യാത്രയയപ്പ് നൽകി. ബാങ്ക് ഹാളിൽ നടന്ന യാത്രയയപ്പ് യോഗം K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അർബൻ ബാങ്കിൽ നിന്ന് 36 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച ജനറൽ മാനേജർ ഇൻചാർജ് TP സിമന്തകം, 28 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച ബ്രാഞ്ച് മാനേജർ S ആശ, 27 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച ബ്രാഞ്ച് മാനേജർ C നളിനി, 23 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച ബ്രാഞ്ച് മാനേജർ P രമേശ് എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. യാത്രയയപ്പ് യോഗം K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ലാഭം മാത്രം കാണുന്ന, ലാഭം കുന്നുകൂട്ടുന്നതിന് വേണ്ടി എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാലത്ത് അത്തരം താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി
അതിൽ സാമൂഹ്യ നീതിയുടെ വശം ഉൾച്ചേർത്തുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നി പ്രവർത്തിക്കുന്നതാണ് കേരളത്തിൻ്റെ സഹകരണ മേഖല. അത് വളരെ വളരെ പ്രാധാന്യത്തോടു കൂടി നാം കാണേണ്ടതാണ്. ഈ സഹകരണ ബാങ്കിൽ, അർബൻ ബാങ്കിൻ്റെ ഏത് ശാഖയിലും ഹെഡ് ഓഫീസിലും വരുന്ന ഒരാൾക്ക് പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ആരെങ്കിലും അവിടെ ജീവനക്കാരായിട്ടുണ്ടാകും. ബാങ്ക് ചെയർമാൻ യു രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്നവരെ MLA പൊന്നാടയണിയിച്ച് ആദരിച്ചു. ബാങ്കിന്റെ ഉപഹാരം ബാങ്ക് ചെയർമാൻ സമ്മാനിച്ചു. അസിസ്റ്റന്റ് ജനറൽ മാനേജർ CS ബിന്ദു ജീവനക്കാരുടെ ഉപഹാരം നൽകി. ബാങ്ക് ഡയറക്ടർ PK ഗംഗാധരൻ, ബോർഡ് ഓഫ് മാനേജ്മെന്റ് ചെയർമാൻ അഡ്വക്കേറ്റ് K സുജിത്, MD ഡോക്ടർ രാമനുണ്ണി, ജീവനക്കാരുടെ പ്രതിനിധി M ഗോപാലകൃഷ്ണൻ, ബാങ്ക് വൈസ് ചെയർമാൻ KN ശിവദാസൻ, ഡയറക്ടർ K സുനിത, KS മോഹനകൃഷ്ണൻ, KP മുരളീധരൻ, P രവീന്ദ്രൻ, PM ഗോപാലൻ, V ദേവകി, TP സിമന്തകം, S ആശ, C നളിനി, P രമേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്ക് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എംപ്ലോയീസ് സഹകരണ സംഘത്തിൽ നിന്ന് 27 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന K ഗീതയ്ക്ക് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. വടനംകുറിശി സംഘം അങ്കണത്തിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അസംബ്ലി മണ്ഡലങ്ങളുടെ പരിധിയിലുള്ള ഒരു സ്ഥാപനമാണ് നാം ഇന്ന് ശ്രീമതി ഗീതയ്ക്ക് യാത്രയയപ്പ് നൽകുന്ന ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്കുകളിലായിട്ട് പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ഈ സഹകരണ സംഘം. ഇവിടെ സെക്രട്ടറി വളരെ വികാരാധീനയായിട്ടാണ് സ്വാഗത പ്രസംഗം നടത്തിയത്. അത്രമാത്രം അടുത്തിടപഴകുകയും ഒട്ടേറെ പരിമിതികൾ നിറഞ്ഞ ഒരു സംഘത്തെ ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിന്, ശക്തിപ്പെടുത്തുന്നതിന് അത്രമാത്രം ഇഴുകിച്ചേർന്ന് പ്രവർത്തിച്ച ഒരു ബന്ധത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് അവരിവിടെ സംസാരിച്ചത് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. 1997 ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ ജോലിയിൽ പ്രവേശിച്ച് 27 വർഷത്തെ സ്തുത്യർഹ സേവനത്തിനു ശേഷം ഇന്റേണൽ ഓഡിറ്ററായി സർവീസിൽ നിന്നും വിരമിക്കുന്ന K ഗീതയ്ക്ക് അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA സ്നേഹോപഹാരം സമ്മാനിച്ചു. ചടങ്ങിൽ സംഘത്തിന്റെ ഉപഹാരം സെക്രട്ടറി EK പ്രീതയും സമ്മാനിച്ചു. സംഘം പ്രസിഡന്റ് ഷനൂജ് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി EK പ്രീത സ്വാഗതം ആശംസിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അശോകൻ, പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് NP വിനയകുമാർ, ഷൊർണൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P നാരായണൻ മാസ്റ്റർ, കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രൺജിത്ത്, TV ഗിരീഷ്, മെറ്റൽ ഇൻഡസ്ട്രീസ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് K വിജയൻ, ഷൊർണൂർ വിജയ പ്രിന്റിംഗ് പ്രസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ, KCEU പട്ടാമ്പി ഏരിയ സെക്രട്ടറി ജയപ്രകാശ്, സംഘം മുൻ പ്രസിഡന്റുമാർ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന K ഗീത മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂരിൽ പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്ന 6 സ്ഥാപനങ്ങൾക്ക് നഗരസഭയുടെ നോട്ടീസ്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി നഗരസഭ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ കൊതുകുകൾ പെരുകുന്ന സാഹചര്യമുള്ളതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായാണ് നഗരസഭ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ആക്രിക്കടകളിലും ടയർ റീസോൾ ചെയ്യുന്ന സ്ഥാപനങ്ങളിലും സാനിറ്ററി വെയറുകൾ വിൽപ്പന നടത്തുന്ന കടകളിലും പരിശോധന നടത്തിയത്. പഴയ ആക്രി സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന 6 സ്ഥാപനങ്ങളിലും സാനിറ്ററി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന ഒരു സ്ഥാപനത്തിലും ഒരു ടയർ റീട്രെഡിംഗ് നടത്തുന്ന സ്ഥാപനത്തിലുമാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്ന 6 സ്ഥാപനങ്ങളിലും വ്യാപകമായി പാത്രങ്ങളിലും കളിപ്പാട്ടങ്ങളിലും ടയറുകളിലും മഴവെള്ളം കെട്ടിനിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൂത്താടികൾ വളരുന്നതും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 6 സ്ഥാപനങ്ങൾക്കും നഗരസഭ നോട്ടീസ് നൽകി. സാനിറ്ററി വെയറുകൾ വിപണനം നടത്തുന്ന സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ തുറസായ സ്ഥലത്ത് സൂക്ഷിച്ച അടപ്പില്ലാത്ത വാട്ടർ ടാങ്കിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ വെള്ളത്തിൽ കൊതുകിന്റെ ലാർവ വളരുന്നത് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. പരിശോധനയിൽ ന്യൂനത കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് 48 മണിക്കൂറിനകം കണ്ടെയ്നറുകളിലെ കെട്ടിനിൽക്കുന്ന വെള്ളം കമഴ്ത്തി കളയുന്നതിനും ബാക്കി വരുന്ന പാഴ്വസ്തുക്കൾ ടാർപോളിൻ ഉപയോഗിച്ച് മഴവെള്ളം കടക്കാത്ത വിധത്തിൽ സൂക്ഷിക്കുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കർശനമായ പരിശോധന തുടരുമെന്നും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി
മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി ദിനത്തിൽ മെഗാ ശുചീകരണ ക്യാമ്പയിൻ നടത്താനും നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സിനിമയാകും വരെ മഹാത്മാഗാന്ധിയെ ലോകം അറിഞ്ഞിരുന്നില്ലെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ദേശസ്നേഹികളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചെന്ന് ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന പ്രസിഡന്റ് വി.സി. കബീർ. പ്രതിഷേധമറിയിക്കാൻ മഹാത്മാഗാന്ധിയുടെ ആത്മകഥ പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുക്കുമെന്നും വി.സി. കബീർ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജൂൺ 3-ന് ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ 11 മണിക്ക് പാലക്കാട് പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് ഗാന്ധിജിയുടെ ആത്മകഥ പ്രധാനമന്ത്രിക്ക് അയക്കുക. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിനൊപ്പം ഗാന്ധിയെക്കുറിച്ചുള്ള നിരവധി പുസ്തകങ്ങളും അയക്കും. 2019 കണക്കനുസരിച്ച് പാർലമെന്റിൽ തന്നെ 2842 പുസ്തകങ്ങൾ ഗാന്ധിജിയെക്കുറിച്ച് ഇറങ്ങിയിട്ടുണ്ടെന്ന് വി.സി. കബീർ ചൂണ്ടിക്കാട്ടി. ഇതെല്ലാം പാർലമെന്റിൽ ലഭിക്കുകയും ചെയ്യും. ജനാധിപത്യവും മതേതരത്വവും പുലർത്തുന്ന ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ഹൃദയത്തിലേക്കാണ് പ്രധാനമന്ത്രി മുറിവേൽപ്പിച്ചതെന്നും കബീർ മാസ്റ്റർ കുറ്റപ്പെടുത്തി. 3-ന് രാവിലെ DCC പ്രസിഡന്റ് എ. തങ്കപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. എല്ലാ ജില്ലകളിലും അതത് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുസ്തകം അയച്ചു കൊടുക്കുന്നുണ്ടെന്നും വി.സി. കബീർ പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രത്തിന്റെ കോപ്പിയാണ്. അപ്പോൾ ഗാന്ധി ദർശൻ സമിതിക്ക് ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനകോടികൾക്കും വേദന ഉണ്ടാക്കിയ ഒരു പരാമർശമായി പോയി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഒരു കാര്യം. അതിനെ പ്രതിഷേധിക്കാതിരിക്കാൻ നിർത്തിയില്ല. അധികം തിരുത്തണം. പ്രധാനമന്ത്രി പറഞ്ഞ പത്രസമ്മേളനം ഇന്റർവ്യൂ കൊടുത്തത് തിരുത്തി ഇന്ത്യയിലെ ജനങ്ങളോടും ലോകത്തെ ജനങ്ങളോടും മാപ്പ് പറയണം എന്നാണ് ഗാന്ധി ദർശൻ സമിതി ആവശ്യപ്പെടുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി. ഹരിഗോവിന്ദൻ മാസ്റ്റർ, ജനറൽ സെക്രട്ടറി ബൈജു വടക്കുംപുറം, ട്രഷറർ PS മുരളീധരൻ മാസ്റ്റർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. SSLC +2 പഠനം പൂർത്തിയായ വിദ്യാർത്ഥികൾക്കായി പട്ടാമ്പിയിൽ DYFIയുടെ ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. കേരള യൂത്ത് കമ്മീഷൻ ചെയർമാൻ M. ഷജീർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മികച്ച വിദ്യാർത്ഥി SSLC കഴിഞ്ഞാൽ +2 സയൻസിന് പോകും. അതില്ലെങ്കിൽ കൊമേഴ്സ്, അതില്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ്. ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവർ വിദ്യാഭ്യാസം കുറഞ്ഞവർ, കൊമേഴ്സ് പഠിക്കുന്നവർ കുറച്ചും കൂടി വിദ്യാഭ്യാസം മെച്ചപ്പെട്ടവരാണെങ്കിലും ഒരല്പം ജാടയൊക്കെയുള്ളവർ, സയൻസ് പഠിക്കുന്നവർ ഏറ്റവും മികച്ച നിലയിൽ വിദ്യാഭ്യാസം നേടി ഇന്ന് SSLC കഴിയുമ്പോൾ തോന്നിയവരും എന്നാൽ +2 SSLC +2 പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യതകളും കോഴ്സുകളെ സംബന്ധിച്ചുമുള്ള ദിശാബോധവും നൽകുന്നതിനായാണ് DYFI പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചത്. പട്ടാമ്പി രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കേരള യൂത്ത് കമ്മീഷൻ ചെയർമാൻ M. ഷാജിർ ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി അധ്യാപകനായ T. ഹാഷിം ക്ലാസിന് നേതൃത്വം നൽകി. അർജുൻ അധ്യക്ഷനായി. AN നീരജ്, PV രതീഷ്, സലീഷ ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. കരിയർ മാപ്പ് 24 എന്ന പേരിലാണ് DYFI പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കോട്ടായി ചമ്പ്രക്കുളം AUP സ്കൂളിൽ പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി പുകയില വിരുദ്ധ സന്ദേശ സെമിനാറും ക്യൂസ് മത്സരവും സംഘടിപ്പിച്ചു. പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങൾക്ക് ഒത്തുകൊടുത്തും അതുപോലെ തന്നെ പുതിയ പാഠപുസ്തകങ്ങളും പുതിയ നോട്ട്ബുക്കുകളൊക്കെ വാങ്ങിത്തന്ന് നിങ്ങളെ പുതിയ ഒരു ക്ലാസ് മുറിയിലേക്ക് പറഞ്ഞുവിടാൻ വേണ്ടി പോകുകയാണ്. അവിടെ ഒരുപക്ഷെ പുതിയ വിദ്യാലയമായിരിക്കാം, പുതിയ ക്ലാസ് മുറികളായിരിക്കാം, പുതിയ കൂട്ടുകാരായിരിക്കാം. എങ്കിലും നിങ്ങളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആവശ്യമായ ഇടപെടൽ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പും. കോട്ടായി അപ്പുണ്ണി വായനശാലയുടെ നേതൃത്വത്തിലാണ് പുകയില വിരുദ്ധ ദിന പരിപാടികൾ സംഘടിപ്പിച്ചത്. അപ്പുണ്ണി വായനശാല ഡയറക്ടർ അജീഷ് മാസ്റ്റർ അധ്യക്ഷനായി. കുഴൽമന്നം റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശ്യാംജിത്ത് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ചമ്പ്രക്കുളം AUP സ്കൂൾ പ്രധാനാധ്യാപകൻ വിജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. അപ്പുണ്ണി വായനശാല വനിതാവേദി ഭാരവാഹി R. റിൻസി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ലൈബ്രറിയൻ V. ചിത്ര നന്ദി അറിയിച്ചു. ക്യൂസ് മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ജന്മന ഇരു കാലുകൾക്കും ചലനശേഷിയില്ലാത്ത ദേശമംഗലം സ്വദേശിനിയായ നിർധന യുവതിക്ക് ഉണ്ണിമുകുന്ദൻ ചാരിറ്റി ട്രസ്റ്റിന്റെ
നേതൃത്വത്തിൽ വീൽചെയർ നൽകി. ദേശമംഗലം സ്വദേശിനി 40-കാരി രാധാലക്ഷ്മിക്കാണ് പ്രശസ്ത സിനിമാ നടൻ ഉണ്ണി മുകുന്ദന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഉണ്ണി മുകുന്ദൻ ചാരിറ്റി ട്രസ്റ്റ് വീൽചെയർ നൽകിയത്. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ ഉൾപ്പെടുന്ന മുരുക്കുംകുടി പ്രദേശത്തെ തെക്കേക്കരയിന്മേൽ കേശവന്റെ മകൾ 40-കാരി രാധാലക്ഷ്മിക്കാണ് ട്രസ്റ്റ് ഡയറക്ടറും ഉണ്ണി മുകുന്ദൻ ഫിലിം കമ്പനി നിർമ്മാതാവുമായ മുകുന്ദൻ വീൽചെയർ നൽകിയത്. നടത്തി വരുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം ഇതുപോലുള്ള ആവശ്യക്കാർക്ക് എന്നാലാവുന്ന അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്തു വരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ ഇന്ന് കാലത്താണ് ഈ വിവരം അറിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ വരണമിരിക്കുന്നു 1-2 ഉണ്ട്. അപ്പോൾ എന്നാൽ ശരി ഉടനെ ഞാൻ അത് വൈകിക്കണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കൊടുന്ന് തരികയാണ് ഉണ്ടാവണേ. മനസ്സിലായില്ലേ? ഇതുപോലെയുള്ള പല സംഘടനകളുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവർ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മറ്റുള്ളവർ വരാൻ ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ അത് അവരൊക്കെ അറിയുമ്പോൾ ഇതുപോലുള്ള പല ചാനലുകാർ അല്ലെങ്കിൽ വാട്സപ്പിൽ അങ്ങനെയൊക്കെ വിവരങ്ങൾ അറിയുമ്പോൾ നല്ല മനസ്ഥിതിയും അത് ചെയ്യാൻ താല്പര്യമുള്ള പലരും ഉണ്ട്. ഉണ്ണി മുകുന്ദൻ ഫാൻസ് അസോസിയേഷൻ ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് മണികണ്ഠൻ, അനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു. 80-കാരിയായ അമ്മ സരോജനിക്കൊപ്പമാണ് രാധാലക്ഷ്മി താമസിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് സരോജിനിക്കും വീട്ടുകാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പരസഹായം വേണം. കൂടാതെ കേൾവിശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. 10 വർഷം മുൻപ് അച്ഛൻ കേശവൻ മരണപ്പെട്ടു. കുടുംബത്തിലെ 6 പെൺമക്കളിൽ ഇളയവളാണ് രാധ. മറ്റ് 5 പേരും വിവാഹം കഴിഞ്ഞുപോയി. 2 പേർ മാത്രമായി കഴിയുന്ന ഈ നിർധന കുടുംബത്തിന് വല്ലപ്പോഴും കിട്ടുന്ന പെൻഷനും മറ്റു സുമനസുകളുടെ സഹായവും മാത്രമാണ് ജീവിതമാർഗം. ആരോ പറഞ്ഞ് കൂടുതൽ എങ്ങനെ ജീവിക്കേണ്ടത് നിശ്ചയില്ല. എനിക്ക് തുണക്കുള്ള എങ്ങനെയും ചത്തുപോക്കല വിചാരിച്ചത് കയ്യിലിട്ടാകൊണ്ട. ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ആളെ അച്ഛൻ ഇത് തന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നടക്കാൻ വയ്യാത്തൊരു കുട്ടി എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഒറ്റയ്ക്കാണ് അമ്മയും മകളും. എല്ലാവരും കല്യാണം കഴിഞ്ഞ് പോയി. അവരെല്ലാവരും ഓരോരുത്തർ വന്നിട്ട് സഹായിക്കും. അങ്ങനെയാണ് ജീവിതം കഴിഞ്ഞു പോകുന്നത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കാഞ്ചേരി കുണ്ടന്നൂരിൽ പോലീസിന്റെ വിദേശമദ്യ വേട്ട. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 75 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം പിടിച്ചെടുത്തു. പ്രതി ഓടി രക്ഷപ്പെട്ടു. 1-ാം തീയതി ബിവറേജുകളും ബാറുകളും അവധിയായതിനാൽ അനധികൃത വിപണനത്തിനായി സൂക്ഷിച്ചിരുന്ന മദ്യമാണ് പിടികൂടിയതെന്ന് പോലീസ്. പട്ടികജാതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് കുന്നംകുളം പോക്സോ കോടതി. ശിക്ഷിക്കപ്പെട്ടത് തൃശൂർ വടക്കേക്കാട് വയലത്തൂർ ഞമനേങ്ങോട് സ്വദേശി പ്രസാദ്. പീഡനം നടന്നത് 2013-ൽ അതിജീവിത 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത്. കനത്ത മഴ തുടരുന്നു. തൃശൂർ നഗര പരിസരത്തെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിൽ. നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷം. പ്രധാന പാതകളിൽ ഗതാഗതം തടസ്സം. ശക്തമായ മഴയ്ക്കൊപ്പം ഇടിമിന്നലും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.